ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുന്നത് ഒരു പുതിയ വിഷയമാണ്. അതേസമയം അത് പഴയ വിഷയവുമാണ്. ലോകമുള്ള കാലം മുതൽക്ക് തന്നെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് കറുപ്പിനെക്കുറിച്ച്, വെളുപ്പിനെക്കുറിച്ച്. നാം ഇന്ന് വെളുപ്പ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും വെളുത്ത നിറമല്ല. കറുത്ത വർഗ്ഗക്കാരുണ്ട് ലോകത്ത്. അവിടെ തന്നെ മനുഷ്യൻ്റെ കളറ് ഒരു വെള്ളക്കടലാസിൻ്റെ നിറമല്ല എന്നുള്ളത് തീർച്ചയാണ്. എന്നാലും അതിനെ വിളിക്കുക വെളുപ്പ് നിറം എന്നാണ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ അതിൻ്റെ ആന്തരിക രഹസ്യത്തെക്കുറിച്ചൊന്ന് ആ സമയത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് കക്ഷി ചേരാനല്ല എൻ്റെ പ്രഭാഷണം. കറുപ്പ് എന്താണ്, വെളുപ്പ് എന്താണ് എന്ന് പറയുകയാണ്. ഒരു കാര്യം, രണ്ടും ഒരേമാതിരി ശ്രേഷ്ഠമാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതിൽ ഏതാ കേമം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തുല്യതയുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും നിറമുണ്ട്, ഓരോന്നിനും ഗന്ധമുണ്ട്, ഓരോന്നിനും സ്വഭാവമുണ്ട്. പഞ്ചഭൂതങ്ങൾക്ക് ആ നിറമുണ്ട് എന്നുള്ള പോലെ തന്നെ ഓരോന്നിനും ഓരോ വികാരവും ഉണ്ട്. ഭൂമിയുടെ നിറം മഞ്ഞ, സ്വഭാവം ഗന്ധം. വെള്ളത്തിൻ്റെ വെള്ള നിറം, ബേസിക് സ്വഭാവം കാരുണ്യം, ആർദ്രത. അഗ്നി ചോപ്പ്, മൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന അഗ്നിയാണ്. ചുവന്ന നിറം ആണ്. വായു പച്ച നിറമാണ്. ഊർധമുഖ വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുന്നതാണ് പച്ച. കറുപ്പ്, അതിനെ നീല നിറവും അതിനാണ് പെടുത്താറ്. ആകാശത്തിൻ്റെ നിറമാണ്. എല്ലാം അതിൽ കേന്ദ്രീകരിക്കുന്നു. എല്ലാം അതിൽ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് കറുപ്പിന് 7 അഴക് എന്ന് പറയാൻ കാരണം. സൂര്യപ്രകാശത്തിൽ 7 ഉപവിഭാഗങ്ങൾ ഉണ്ട് സൂര്യപ്രകാശത്തിന്. അതിൻ്റെ കഥാരൂപമാണ് 7 കുതിരയെ പൂട്ടിയ തേരിൽ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കഥ പറഞ്ഞാൽ എന്തുണ്ടാണ്? ഈ കഥ പറയാനല്ല കാര്യം. അപ്പം എന്താണ് ആ തേരെന്താണ്, രഥകൽപ്പന എന്താണ്, ഇത് ആലോചിക്കാനാണ് കഥ പറഞ്ഞത്. രഥകൽപ്പനയെ പറ്റി അറിയാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 7 ടെമ്പറമെൻ്റൽ റേസ് വളരെ വലിയ വിഷയമാണ്. ഈ 7 കൂടി ചേർന്നാണ് കറുപ്പ്. എവിടുത്തെ അതിൻ്റെ അർത്ഥം? കറുപ്പാണ് ഏറ്റവും ആരാധ്യമായിട്ടുള്ളത്. വെള്ള മോശവുമല്ല, വേറൊരു നിറവും മോശമല്ല. ഒരെണ്ണത്തിൻ്റെ ഗുണം പറയുമ്പോൾ അത് അതിൽ അപ്പുറമൊന്നുമില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യത്തിൻ്റെ ഗുണം പറയും. കറുപ്പിന് 7 അഴക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ആകാശത്തു നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ഭൂമി ഉണ്ടായി, ഭൂമിയിൽ നിന്ന് ജലം ഉണ്ടായി, അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. ഇതാണ് ഓർഡർ പ്രപഞ്ച സൃഷ്ടിയിൽ. ഇതെങ്ങനെ തിരിച്ചു പോവുക? പുറകോട്ടടിച്ചാൽ ഭൂമി വെള്ളമായി മാറുന്നു, വെള്ളം അഗ്നിയാകുന്നു, അഗ്നി വായു ആകുന്നു, വായു ആകാശമായിട്ട് മാറും. അപ്പം പ്രകർഷേണയുള്ള ലയം, എല്ലാത്തിൻ്റെയും ലയം, അതാണ് പ്രളയം. ആ സമയത്തേക്ക് എന്തു ചെയ്യുന്നു? ഇത് മുഴുവൻ ഭൂമി ജലമായി, ജലം അഗ്നിയായി, അഗ്നി വായുവായി, വായു
ആകാശമായി. ആകാശം ഇതിനെ എല്ലാം അങ്ങോട്ട് വലിച്ചെടുക്കും. സകലതും അതിൽ ലയിക്കും. ആ കളറാണ് കറുപ്പ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതിഹാസ കഥാപുരുഷനായിട്ടുള്ള കൃഷ്ണൻ കറുത്തിട്ടാണ് എന്ന് പറയാൻ കാരണം. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനന് കൃഷ്ണൻ തത്വങ്ങൾ വിവരിക്കുകയാണ്. എപ്പോൾ നമ്മൾ തത്വം വിവരിക്കുന്നതും അർജുനന്മാരോടാവണം. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അർജുനനുള്ളതാണ്. ആരാണ് അർജുനൻ? ആർജവം ഉള്ളവൻ. വല്ലവരോടും പറയാനും തർക്കിക്കാനും അല്ല. അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചവർ തർക്കിക്കാനേ നിൽക്കില്ല. ആർജവമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാം എന്നിൽ ലയിക്കും കറുപ്പ് നിറത്തിൽ. അത് സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ ബ്ലാക്ക് ഹോൾ തിയറി എന്ന് പറയും. ഒരേ കാര്യമാണ്. സയൻസ് പറയുന്നതും തത്വചിന്ത പറയുന്നതൊക്കെ ഒരേ കാര്യം. കഥാരൂപത്തിലാകുമ്പോൾ പെട്ടെന്ന് ചീത്തറിയാലോ. 7 കുതിരപ്പുറത്താണത്രേ പോണ. എന്ത് അന്ധവിശ്വാസം എന്നല്ല, എന്നെ സ്പർശിച്ച് നോക്കാൻ പറഞ്ഞു. കൃഷ്ണനെ സ്പർശിച്ചു കൊണ്ട് നോക്കിയപ്പോൾ ആരെ അർജുനൻ അമ്പ ചെയ്ത് കൊല്ലുന്നു അവരെ കൃഷ്ണൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കൊന്നു കഴിഞ്ഞവരെ മാത്രമാണ് നിനക്ക് കൊല്ലാൻ കഴിയുള്ളൂ. അതാണ് ടൈം, കാലം. കാലം ആകാതെ ഒന്നിനും അന്ത്യം ഉണ്ടാകുകയില്ല. കാലനൊരു നിറം കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വെളുത്ത നിറം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കറുപ്പ് നിറമാവണം. കാലം, ടൈം. മരണമാണ്, നിദ്രയാണ്. അത് തമോ ഗുണമാണ്. അത് തമോ ഗുണമായതുകൊണ്ടാണ് പോത്തിൻ്റെ പുറത്ത് യമം വരുന്നത്. പോത്ത് തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ്. മരണം തമസ്സാണ്. ശിവൻ നഷ്ടപ്പെട്ടു, ശവമായി. അതുകൊണ്ട് കൃഷ്ണൻ കറുത്തിട്ടായി. ശിവനും സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിൻ്റെ ദേവതയാണ് കറുത്ത നിറം. സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കുന്നതല്ല സംഹാരം. അത് വളരെ സുദീർഘമായിട്ട് എന്താണെന്ന് പറഞ്ഞു വരുമ്പോൾ ഇതാണല്ലേ സംഹാരം നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. ഏതായാലും സംഹാരത്തിൻ്റെ ആയതുകൊണ്ട് ശിവനെയും കറുത്ത നിറമായിട്ട് പറഞ്ഞു. കാലം, അതാണ് കാളി. കാളി എല്ലാത്തിൻ്റെയും സാന്ദ്രമായ രൂപമാണ്, സകലത്തിൻ്റെയും. കാളിയിൽ ഹിംസയുമുണ്ട്, അഹിംസയുമുണ്ട്. എല്ലാത്തിനും സാന്ദ്രത. ഹിംസയില്ല, അഹിംസയില്ല, അങ്ങനെ നമുക്ക് വാദിക്കാം. ഇതാണ് കാളി. ഹിംസ അഹിംസയൊക്കെ ആപേക്ഷിക. കാളിയും കറുത്തിട്ടാണ്. പൊതുവെ കറുത്ത നിറം എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. എല്ലാത്തിനെയും സ്വീകരിക്കുന്നത് കൊണ്ട് അത് ആരാധ്യമായി തീർന്നു. ഇത് നിറത്തിൻ്റെ കാര്യം മാത്രമാണ്. എന്നാലോ വെളുത്ത നിറം എന്താ ചെയ്യുന്നത്? വെളുപ്പ് എന്ന് പറഞ്ഞാൽ ജലതത്വമാണ്. വെള്ള നിറമാണ്. അതിൽ നിന്നാണ് വെള്ളം എന്നത് ഉണ്ടായത്. ആർദ്രമാണ് അതിൻ്റെ ഭാവം. സൂര്യപ്രകാശം ഒരു വസ്തുവിൽ തട്ടിയാൽ അത് തിരിച്ച് നമ്മുടെ നേത്രങ്ങളിൽ റെറ്റിനയിൽ പ്രവേശിക്കുമ്പോഴാണ് അതിൻ്റെ നിറം നാം അറിയുന്നത്. പച്ച നിറത്തിൽ സൂര്യപ്രകാശം തട്ടി അത് നമ്മുടെ കണ്ണിലടിച്ചു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്
പച്ചയുടെ നിറം പച്ചയല്ല. പച്ച ഒഴിച്ച് സൂര്യപ്രകാശം എല്ലാ നിറവും എടുത്തു വെച്ചിട്ട് പച്ച നിറം എനിക്ക് വേണ്ടാന്ന് കൊണ്ട് അങ്ങോട്ട് വിട്ടു വന്നു. അപ്പം നമ്മളതിനെ പച്ച എന്ന് വിളിച്ചു. ഇത് പ്രകൃതിയുടെ ഒരു ഭാവമാണ്. നാം ഏതൊന്ന് വിട്ടുകൊടുത്തുവോ അതിലൂടെയാണ് ലോകം നമ്മളെ അറിയുക. നമ്മുടെ കയ്യിൽ എന്ത് കൂട്ടി വച്ചിട്ടുണ്ട് എന്നല്ല. എനിക്ക് അയാളെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. നമ്മൾ പറയാറില്ല ചിലരെ കുറിച്ച്, അവർ മരിച്ചു പോയി എന്നറിയുമ്പോഴും നമുക്ക് വിഷമൊന്നും ഇല്ലാതിരിക്കാൻ കാരണം എന്താ? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ആ ഗുണം വാക്കുകളെ കൊണ്ടാവാം, നോട്ടത്തെ കൊണ്ടാവാം, മന്ദഹാസത്തെ കൊണ്ടാവാം, തത്വചിന്തയെ കൊണ്ടാവാം, നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നുകൊണ്ടായിരിക്കാം, കലകളിലൂടെ നമ്മളെ, സർഗവാസനകളിലൂടെ നമ്മളെ രമിപ്പിച്ചവരാവാം. ഇതൊന്നുമല്ല. അങ്ങനെയുള്ളവരില്ലേ? ഏത് നിറവും ഒരു നിറത്തെ മാത്രം എടുത്തു വെച്ച് ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് വിട്ടുവന്നു. നമുക്ക് എന്ത് തന്നു നോക്കി നാം വിലയിരുത്തുന്നത് പോലെ പച്ചയില, മഞ്ഞപ്പൂക്കൾ എന്നൊക്കെ നമ്മൾ വിളിച്ചു. മഞ്ഞ എടുത്തു വെച്ചു, ബാക്കിയൊക്കെ വിട്ടു. എല്ലാ കളറും അങ്ങനെ ചെയ്യുമ്പോൾ വെളുത്ത നിറം ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും വേണ്ട, ഒക്കെ അങ്ങോട്ട് വിട്ടുതരും. ഒക്കെ അങ്ങോട്ട് വിട്ടുതരും. വെളുത്ത നിറം ഒന്നും എടുത്തു വയ്ക്കില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇരുട്ടത്ത് കൂടെ നടന്നു വരുമ്പോൾ ഒരാൾ ടോർച്ചടിച്ചാൽ, നമ്മുടെ കണ്ണിലേക്ക് ടോർച്ചടിച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല. പ്രകാശം എവിടെയെങ്കിലും തട്ടിയാലാണ് പ്രകാശം കാണാൻ പറ്റുള്ളൂ. ഒരു കണ്ണാടി ചില്ലിൻ്റെ അപ്പുറത്തേക്കാട് ലൈറ്റ് അടിച്ചാൽ പ്രകാശം അപ്പുറത്തേക്കാട് പോകും. എവിടെയെങ്കിലും തട്ടണം. യഥാർത്ഥത്തിൽ നാം ഇപ്പോൾ കാണുന്നത് മുഴുവൻ ഇരുട്ടിനെയാണ്, പ്രകാശനല്ല. പ്രകാശം മാത്രം വെച്ചാൽ ഒന്നും കാണില്ല. ഒരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ എന്നെ കാണുന്നത് എൻ്റെ കഴുത്തിൻ്റെയും ചെവിയുടെയും കാതിൻ്റെയും അവിടെയുള്ള സകല സ്ഥലത്തും ഇരുട്ട് വന്നപ്പോൾ ആളെ കണ്ടു. മുഴുവൻ ലൈറ്റായാലും ഒന്നും കാണില്ല. ഇരുട്ടാണ് നമ്മളെ കാണുന്നത്. മൂങ്ങയ്ക്ക് ഇരുട്ടിലെ പ്രകാശവും കാണാൻ പറ്റും. മൂങ്ങ എന്ന ജീവിക്ക്. ഇതിൽ വെള്ള നിറം സറണ്ടർ ചെയ്യുക, ഉപേക്ഷിക്കുക എന്നതാണ് അതിൻ്റെ തത്വം. അത് കറുപ്പിനെതിരല്ല. കറുപ്പ് ആരാധ്യമാണ്. ഇതും ആരാധ്യമാണ്. കാരണം എന്താ? ഒന്നും വേണ്ട. മുഖത്തേക്ക് ടോർച്ച് അടിക്കുമ്പോൾ കണ്ണ് കൊണ്ട് ഒന്നും കാണില്ലല്ലോ. ഒക്കെ നിങ്ങളെടുത്തോളൂ. അപ്പം വെളുപ്പ് എന്ത് വന്നു? അറിവിൻ്റെ മുദ്രയായിട്ട് വന്നു. വെളുത്ത താമരയിൽ സരസ്വതി ഇരിക്കുന്നു. സാരസ്വതം ഒഴുക്ക്, വിദ്യ ഒഴുക്കാണ്. അരയെണ്ണം വെളുത്തിട്ട് ആകാശത്ത് കൂടെ യാത്ര ചെയ്യാൻ പറ്റും, ഭൂമിയിൽ യാത്ര ചെയ്യാനും പറ്റും, വെള്ളത്തിൽ യാത്ര ചെയ്യാനും പറ്റും. അറിവ് അങ്ങനെയാണ്. അറിവിന് എവിടെയും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട്. ഇക്കാരണം കൊണ്ടാണ്, ഏകദേശം ഇത് കാരണം അറിഞ്ഞുകൊണ്ടാണ് സേവന തൽപരരായുള്ള ആളുകളുടെ യൂണിഫോം വരെയും വെളുത്ത നിറത്തിൽ ആകും. നഴ്സ് വൈറ്റ് ഡ്രസ്സാണ്. നമ്മൾ പറയും വൈറ്റ് ഡ്രസ്സിനൊരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും മഷി എന്തെങ്കിലും ആയാൽ ഉടനെ അറിയേ വേണ്ടത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കയ്യിലുമുണ്ട് ചുറ്റിയിട്ട് നമ്മൾ എവിടെ പോയാലും, റൈസ് മില്ലിൽ പോയിരുന്നാലും മുണ്ടിൽ കറ പറ്റിയാലും ചളി പറ്റിയാലും അറിയില്ല. പക്ഷെ തൂവെള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പൊടി പറ്റിയാൽ നമ്മൾ അറിയുകയാണ് വേണ്ടത്. ഈ രണ്ട് നിറവും ഏറ്റവും അധികം ചർച്ചാ വിഷയമാകാറുണ്ട്. കറുപ്പ് നിറവും വെളുത്ത നിറവും. എന്നാൽ
ശ്രദ്ധിക്കേണ്ടത് ബാക്കി നിറങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. വാക്കിനെ വെച്ച് മാത്രം നമ്മൾ വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. മഞ്ഞ, ക്ഷമ, ഭൂമിയുടെ നിറമാണ് മഞ്ഞ. ഫൈനൽ എലിമെൻ്റ് ഭൂമിയുടെ സിലിക്കോൺ ഡയോക്സൈഡ്, അത് മഞ്ഞ നിറമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ കറുത്തിട്ടാണ് പീതാംബരം ധരിച്ചത്, മഞ്ഞ നിറം. ഇങ്ങനെ ആഴത്തിലേക്ക് പോകുന്ന അർത്ഥതലങ്ങൾ ഉണ്ട്. പൊതുവെ ഇന്ന് പറഞ്ഞ സംഗ്രഹം രണ്ടും രണ്ട് രീതിയിൽ ആരാധ്യമാണ്. അതിനെക്കുറിച്ച് തർക്കിക്കുന്നവർ കുറച്ചൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കില്ലേ എന്ന് ചിന്തിക്കുക മാത്രം ചെയ്ത് വാക്കുകൾ സംഭരിക്കുന്നു. ധന്യമീ ജീവിതം ക്ഷമാപൂർവ്വം കേൾക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം.